നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്. അപ്പോൾ പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ കിട്ടിയ ഒരു ദിവസമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ സ്വസ്ഥമായിട്ട് പതുക്കെ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരു ചൂട് ചായയോ കാപ്പിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ ടി വിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയായിരിക്കും എന്നറിയാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഒന്ന് പരിശോധിച്ചു പോകാം. അന്തർദേശീയ തലത്തിൽ നിന്നും ദേശീയ തലത്തിൽ നിന്നും ഒക്കെ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം. ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കണം. കാലതാമസം അനുവദിക്കാനാകില്ലെന്നും ട്രംപ്. ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. 70 പേർ കൂടി കൊല്ലപ്പെട്ടു. ചർച്ചകൾക്ക് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഈജിപ്തിൽ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ലഭിച്ചത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയെന്ന് ദേവസ്വം വിജിലൻസിനോട് പോറ്റി. ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് സംഘം. $25 കോടിയുടെ ഭാഗ്യവാൻ ഇപ്പോഴും കാണാമറയത്ത്. ഭാഗ്യവിവരം പുറത്തു പറയാതെ ഓണം ബമ്പർ ജേതാവ്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. സ്ത്രീവിരുദ്ധ പരാമർശവുമായി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. ഇപ്പോൾ നടക്കുന്നത് മാറുമറയ്ക്കലിന് പകരം മാറു കാണിക്കൽ സമരം. പൂർവികരെ പോലെ ജീവിച്ചാൽ മതിയെന്നും പരാമർശം. ബീഹാറിൽ കോൺഗ്രസിന് മറുപടി നൽകാൻ BJP. സംസ്ഥാന വ്യാപകമായി സുജാവ് യാത്രയ്ക്ക് ഇന്ന് തുടക്കം. വനിതാ ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ടീമുകളുടെ ഹസ്തദാനമടക്കം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിൽ കായിക ലോകം. മത്സരം കൊളംബോയിൽ വൈകിട്ട് 3:30. അപ്പോൾ വിശദമായി കടക്കാം ഓരോ വാർത്തകളിലേക്കും. അപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഗാസയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗാസ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. യുദ്ധം നിർത്തുമെന്ന ഇസ്രായേലിന്റെ പരാമർശങ്ങൾ കബളിപ്പിക്കാനെന്ന ഹമാസ് കുറിപ്പിറക്കി. അതേസമയം കരാറിൽ കൂടുതൽ ചർച്ചകൾക്ക് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഈജിപ്തിൽ. നാളെ ഹമാസ് പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ചർച്ച നടത്തും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ പദ്ധതിയെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. ഹമാസ് ചില വ്യവസ്ഥകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിൽ പോലും പൂർണ്ണമായും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ട്രംപ് ഈ പറഞ്ഞതിന് ശേഷവും ഇസ്രായേൽ വീണ്ടും അവിടെ ആക്രമണം തുടരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ട്രംപ് പറഞ്ഞിട്ട് പോലും ഈ നെതന്യാഹു കേൾക്കുന്നില്ലേ എന്ന് പോലും ലോകം ചോദിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവിടെ തുടർച്ചയായി ആക്രമണം നടക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണോ വീണ്ടും ഹമാസ് ഒരു എതിർപ്പുണ്ട് എന്നുള്ള തരത്തിലേക്ക്, ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനോ ഒരു എതിർപ്പുണ്ട് എന്ന തരത്തിലേക്ക് സൂചന നൽകുന്ന ഒരു പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്? ആര്യ, ഇതിന്റെ കാര്യമെന്ന് വെച്ചാൽ ഗാസയിലെ ആക്രമണം നിർത്തുന്നതിന് ഇസ്രായേലിന് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷേ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേലിന് മകളിലുണ്ട്. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം വേണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും കടക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഉള്ള അത്രയും താല്പര്യം ഇസ്രായേലിൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അവിടെ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കാനായിട്ട് ഇസ്രായേൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന 21 പോയിന്റുകളുള്ള സമാധാന കരാർ അതിൽ ഭാഗികമായെങ്കിലും അംഗീകരിക്കാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ അതിനുള്ള ചർച്ചകൾ നടത്താമെന്നും അതുപോലെ ബന്ദികളെ
കൈമാറാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകളാവാമെന്നും ഹമാസും പറഞ്ഞിരുന്നു. അത് അംഗീകരിക്കാമെന്ന് തന്നെ ഇന്നലെ നെതന്യാഹുവും പറഞ്ഞു. പക്ഷേ ഈ അംഗീകരിക്കാമെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും ഗാസയിൽ ആക്രമണങ്ങൾ നടത്തുകയും 70ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നൊരു കുറിപ്പ് വരുന്നത്. അതായത് ഇത്തരം കരാറുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആക്രമണം നടത്താനുള്ളൊരു ആക്രമണം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാമെന്നുള്ള ഇസ്രായേലിൻ്റെ വാക്കുകൾ അത് കള്ളമാണ്, അത് മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള പരാമർശങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന്, അതായത് ഞായറാഴ്ച, ഇന്ന് ഈ വൈകുന്നേരത്തിനുള്ളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കരാർ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നൊരു പരാമർശം വരാതെ, അല്ലെങ്കിൽ കുറിപ്പിറങ്ങാതെ, അവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കും, ഗാസയിലെ യുദ്ധം നിർത്താൻ പിന്നെ തങ്ങൾക്ക് ഒരു തരത്തിലും ഇസ്രായേലിനോട് പറയാൻ കഴിയില്ല എന്നുള്ള പരാമർശങ്ങളും വാക്കുകളും ഭീഷണിയും കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ അവിടെ കാര്യങ്ങൾ വളരെ കലുഷിതമായിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന, ഇന്നലെ ഒരു സമാധാനത്തിന്റെ ഒരു വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്നാകുമ്പോൾ നേരെ മറിച്ച് അവിടെ വലിയൊരു വീണ്ടും കാര്യങ്ങൾ വഷളാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ സമാധാന കരാറുമായിട്ടുള്ള ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് അമേരിക്കയുടെ 2 പ്രതിനിധികൾ, സ്റ്റീവ് വിറ്റ്കോഫ് അടക്കം ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നടക്കുന്ന ഈജിപ്തിലെ മധ്യസ്ഥരുമായിട്ട് ഈ അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച ചെയ്യും. അതിനുശേഷം നാളെ ഹമാസിന്റെ പ്രതിനിധികളും അതുപോലെ ഇസ്രായേലിന്റെ പ്രതിനിധികളും ഈജിപ്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ബന്ദി കൈമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരിക. അതിൽ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് കൈമാറ്റം നടത്തിയാൽ ഉടനെ 20, അതായത് ഈ സമാധാന കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചാണ്. ബന്ദികളെ കൈമാറിയതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള പോയിന്റുകളെ പറ്റി, കരാറിലെ മറ്റ് വിവരങ്ങളെ പറ്റി ചർച്ചയാകൂ. അത് നടപ്പിൽ വരുത്താനുള്ള രീതികൾ ചർച്ചയാകും എന്നുള്ളതാണ്. പക്ഷേ ഹമാസിന് വേണ്ടത് ബന്ദികളെ കൈമാറിയാൽ പിന്നെ ഹമാസിന് ഒരു സേയുമില്ല അവിടുത്തെ ഗാസയിലെ കാര്യത്തിൽ. അപ്പോൾ ബന്ദികളെ കൈമാറി കഴിഞ്ഞാൽ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ നടപ്പാക്കുമോ, അതോ ബന്ദികളെ കൈമാറിയതിനു ശേഷം ഹമാസിനെ നശിപ്പിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഗാസയെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഹമാസിന് സംശയമുണ്ട്. അക്കാര്യത്തിൽ ഹമാസിന് ഒരു ഉറപ്പ് വേണം. തങ്ങൾ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കരാറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗാസയിൽ നടപ്പാക്കും, ഗാസയിൽ സ്വതന്ത്രമാക്കും, ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഹമാസിന് ഉറപ്പ് വേണം. അതാണ് ഇപ്പോൾ ഈ ഒരു കരാർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം നീണ്ടു പോകുന്നത്. തീർച്ചയായും അഭിലാഷ് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഗാസ പദ്ധതിയെ, ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ നോക്കിക്കണ്ടത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ട്രംപ് പറഞ്ഞതിന് ശേഷം പരസ്യമായി ആണ് നിർദ്ദേശം നൽകിയത് ഇസ്രായേലിന് ഈ ആക്രമണം നിർത്തണം എന്നുള്ളത്. എന്നിട്ടും നെതന്യാഹു എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇപ്പോഴും അവിടെ എന്തുകൊണ്ട് രക്തച്ചൊരിച്ചിൽ തുടരുന്നു? ഇപ്പോഴും രക്തച്ചൊരിച്ചിൽ തുടരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പീസ് പ്രോസസ് എന്ന് പറയുന്നത് സ്വിച്ചിട്ടാൽ തെളിയുന്ന മാതിരി തെളിയുന്ന ഒരു കാര്യമല്ല. അത് അതിൻ്റെതായ ഒരു സമയക്രമം ഉണ്ടാകും. 2 വർഷമായി തുടരുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സമയക്രമം നിശ്ചയിക്കേണ്ട ഒരു ചുമതലയുണ്ട്. ട്രംപ് പറഞ്ഞ ആദ്യ സമയക്രമം എന്ന് പറയുന്നത് ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് 5 മണിക്ക്. അതിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് എന്ന് വേണേൽ കരുതാം. ആ ഒരു സമയത്തിനുള്ളിൽ ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആദ്യ ബന്ദിയെങ്കിലും അതിനുള്ളിൽ കൈമാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണാം. ഇപ്പോൾ നിലവിൽ 20ഓളം ബന്ദികളാണ് ജീവനോടെ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ. ആകെയുള്ള 48 ബന്ദികളിൽ 20 പേരെ അവരെ ഒറ്റയടിക്കോ ഘട്ടം ഘട്ടമായോ കൈമാറും. തത്തുല്യമായ എണ്ണം അല്ല, അതിനേക്കാൾ വളരെ കൂടുതൽ എണ്ണം ബന്ദികളെയാണ്, തടവുകാരെയാണ് ഇസ്രയേൽ തിരിച്ച് ഗസയ്ക്ക് കൈമാറുന്നത്. അത് ഏതാണ്ട് 250ഓളം തടവുകാരെയും പൂർണ്ണ തടവുകാരെയും ബാക്കി 1700ഓളം സാധാരണ തടവുകാരെയും കൈമാറാനുള്ള ഒരു കരാറാണ്. ഇതെല്ലാം തീർച്ചയായും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് പൂർത്തിയാവില്ല എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്ക് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ അതൊരു സമയക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഹമാസിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ കൈവശമുള്ള 20 ബന്ദികളെ കൈമാറുകയാണെങ്കിൽ എന്ത് തരം ഉറപ്പുകളാണ് ഇസ്രയേൽ നൽകുക? ഇസ്രയേലിന്റെ സേനാ പിന്മാറ്റം പൂർണ്ണമായി എന്തായാലും അതിന് ദിവസങ്ങളോ ആഴ്ചകളോ ഒരുപക്ഷെ മാസങ്ങളോ എടുക്കാനുള്ള
സാധ്യതയുണ്ട്. കാരണം അത്ര ഉള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഫേംലി എൻട്രൻസ്ഡ് ആണ്. അതുകൊണ്ട് ഇതിനുള്ള സമയക്രമം നിശ്ചയിക്കുക എന്നതായിരിക്കണം ആദ്യ ചർച്ച. ഇപ്പോൾ കെയ്റോയിലും ദോഹയിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ, സമാധാന ചർച്ചകൾ, ഇത് വിശാല സമാധാന പ്രക്രിയയുടെ ഭാഗമാണ്. കാരണം അമേരിക്ക മാത്രമല്ല, അറബ് രാജ്യങ്ങളും ഈ പീസ് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഉറപ്പുകൾ ചോദിക്കുന്നത്. തങ്ങൾക്ക് ബന്ദികളെ കൈമാറി കഴിഞ്ഞാൽ തിരിച്ചുള്ള സുരക്ഷാ ഉറപ്പുകൾ എന്തെല്ലാമാണ്. മറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുകൾ ആവശ്യമുണ്ട്. ആർക്കാണ് ആയുധങ്ങൾ കൈമാറുന്നത്? ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കണം. അതേക്കുറിച്ച് യാതൊരു ധാരണയും ഇതുവരെ, ഈ നിമിഷം വരെ അതേക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടില്ല. ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന് നേരിട്ടൊരു റോൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ഒരു ടെക്നോക്രാറ്റുകളുടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടക്കാല ഭരണ സംവിധാനം, അതൊരു ഗവൺമെന്റ് എന്ന് പോലും പറയാനാവില്ല, ഇടക്കാല അറേഞ്ച്മെന്റ്, ഇന്റീരിയം അതോറിറ്റി, ആ അതോറിറ്റിയിൽ വരുന്നത് ടെക്നീഷ്യൻസ് ആണ്. ആരാണ് ടെക്നോക്രാറ്റുകളെ തീരുമാനിക്കുക? അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്നാണോ തീരുമാനിക്കുക? അവിടെ പലസ്തീൻ ജനതയുടെ പ്രതിനിധികൾ എത്ര പേരുണ്ടാവും? ആരാണ് അവരെ തീരുമാനിക്കുക? ഈ വക കാര്യങ്ങളിൽ യാതൊരു നിശ്ചയവും ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇതൊരു തുടക്കം എന്ന നിലയിൽ, എല്ലാ ദീർഘമായ യാത്രയും തുടങ്ങുന്ന ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. ഒരു തുടക്കം എന്ന നിലയിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയെ പൊതുവെ ഇസ്രായേലും ഹമാസും അറബ് രാജ്യങ്ങളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉടനടി ഒരു സമാധാന ചർച്ച വിജയിക്കൽ, ഉടനടി പൂർണ്ണ സമാധാനം ഉണ്ടാവില്ല, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തണം എന്ന ആ ഒരു പ്രഖ്യാപനം, അതും ഒറ്റയടിക്ക് വെടിനിർത്തലില്ല. ഇന്നലെ കഴിഞ്ഞ രാത്രിയിലും ഏതാനും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോംബിംഗ് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ആക്രമണവും ഉടനടി അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ ഇപ്പോഴും ഈ ഈജിപ്ഷ്യന്റെ അടക്കം നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ ഇനിയൊരു ചർച്ച നടക്കുന്നുണ്ട്. US പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ച, അതിനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണോ നോക്കിക്കാണുന്നത്? ഈ ഹമാസ് പദ്ധതിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ പീസ് ഓഫ് പ്രോസ്പെരിറ്റി ട്രീറ്റി 2020 ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തുമൊക്കെ ആളുകൾ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. ലോകം അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒക്കെയും കടക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ആദ്യമായിട്ടല്ല ഗാസയുടെ പുനരുദ്ധാനത്തിന് വേണ്ടി, ഗാസയുടെ ഭാവിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളും ചർച്ചകളും നടക്കുന്നത് ആദ്യമായിട്ടല്ല. ഏതാനും ചർച്ചകൾ, ഏതാനും വർഷങ്ങളായി തുടരുന്ന, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ചർച്ചകൾ തന്നെയാണ്. അതിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭ്രാന്തനാശയമുണ്ടായി. ഗാസയിലെ ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ നടത്തി അതിനെ ഒരു റിവിയറയാക്കി, ഒരു വലിയ ഉദ്യാന നഗരമാക്കി മാറ്റിയെടുക്കുക, സുഖവാസ കേന്ദ്രമായി മാറ്റിയെടുക്കുക. അതൊരു പദ്ധതിയാണ്. ഹമാസിന്റെ ആളുകളെ ഉൾപ്പെടെ ഗാസയിലെ പൂർണ്ണമായ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് കുടിയൊഴിപ്പിച്ച് അവിടെ ഒരു പരമാധികാര സംവിധാനം ഉണ്ടാക്കുക, അത് മറ്റൊരു ഭ്രാന്തൻ ആശയമാണ്. ഇങ്ങനെയുള്ള അനവധി ആശയങ്ങളുണ്ടായി. ഇപ്പോഴത്തെ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം, അവിടുത്തെ പലസ്തീനിയൻ ജനത, ഗാസ നിവാസികളായ പലസ്തീനിയൻ ജനതയ്ക്ക് ആ മണ്ണ് വിട്ടു പോകേണ്ടി വരില്ല. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചതിന് ശേഷം പിന്നീട് തിരിച്ചു കൊണ്ടുവരാം എന്നത് ഒരിക്കലും ഹമാസ് ആകട്ടെ ഗാസയിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളാകട്ടെ അംഗീകരിക്കുന്ന വിഷയമേ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ആ ജനത, ഇത്രയും 23 ലക്ഷം ജനം, ആ ജനതയെ അവിടെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുക? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. 95% കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഗാസ തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വർഷങ്ങളോളം എടുക്കുന്ന ആ ഒരു നിർമ്മാണ പ്രക്രിയ. അതുകൊണ്ട് ഉടനെ എങ്ങും തന്നെ ഒരു പൂർണ്ണ ഭരണം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടമൊന്നും അവിടെ വരാനുള്ള ഒരു സാധ്യതയും കാണാനില്ല. അതുകൊണ്ടാണ് പല പദ്ധതികൾ, മുൻപ് കെയ്റോയിൽ വെച്ച് അറബ് ലീഗിന്റെ ഒരു സമാധാന പദ്ധതി ഉണ്ടായി. ആ സമാധാന പദ്ധതി പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് എല്ലാ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സും, അതായത് ഗാസയിലെ പൊതുവെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇൻക്ലൂഡിംഗ് ഹമാസ്, അതുപോലെ ഇസ്രായേൽ, അതുപോലെ അറബ് രാജ്യങ്ങൾ, ഇതാണ് 3 പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സും തത്വത്തിൽ അംഗീകരിക്കുന്ന ആദ്യ കരാർ എന്ന നിലയിലാണ് ഗൗരവമായി ഈ കരാറിനെ നമ്മൾ എടുക്കുന്നത്. അത് അയൺ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടാകും, അവിടെ പോരായ്മകൾ ഉണ്ടാകും, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങളുടെ തീരുമാനത്തിൽ അവ്യക്തത ഉണ്ടാകും. അത് അയൺ ഔട്ട് ചെയ്യുന്ന സാഹചര്യമാണിത്. യെസ്, തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗാസ പദ്ധതിയെ, ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ നമ്മൾ നോക്കിക്കണ്ടത്.
പരസ്യമായ നിർദ്ദേശമാണ് ഇസ്രയേലിന് ട്രംപ് നൽകിയത്. ആക്രമണം നിർത്തണം എന്നുള്ളത്. 21 ഇന വ്യവസ്ഥകളാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഇസ്രയേലിന്റെ ബന്ധികളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ഹമാസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. മറ്റൊന്ന് സമ്പൂർണ്ണ നിരായുധീകരണമായിരുന്നു. അതിനപ്പുറം ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചില വ്യവസ്ഥകളോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്തുണ നൽകുന്നുണ്ടായിരുന്നു ഹമാസ്. ഇസ്രയേലും സമ്മതം മൂളുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അതിനുശേഷവും ആക്രമണം ഇസ്രയേൽ തുടരുന്ന സാഹചര്യം. അപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന്, സമാധാന ചർച്ചയിൽ നിന്ന് വീണ്ടും ഹമാസും പിന്നോട്ടു പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ലോകത്തിന് മുന്നിലുണ്ട്. ഏതായാലും ശുഭാപ്തി വിശ്വാസം നമ്മൾ പൂർണ്ണമായും കൈവിടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിലെ മറ്റ് ജനതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, പലസ്തീൻ ജനതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. ഡോക്ടർ മോഹൻ വർഗീസാണ് വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേർത്തത്. അതോടൊപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണനും നമുക്കൊപ്പം ചേർന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് ഒക്ടോബർ 8, 9 തീയതികളിലാണ് സന്ദർശനം. വിഷൻ 2035 അനുസൃതമായി ഇന്ത്യ UK പങ്കാളിത്തത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രി മോദിയും സ്റ്റാർമറും വിലയിരുത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതാണ് വിഷൻ 2035. അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, നമുക്കറിയാം UK ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കരാറൊക്കെ ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞതാണ്. അത്തരത്തിലുള്ള നടപടികളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം ഈ വിഷൻ 2035 ബന്ധപ്പെട്ട ഏതൊക്കെ തലത്തിലുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്? ആര്യ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലേക്ക് കെയർ സ്റ്റാർമർ എത്തിയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കാനെത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടിയാണ്. കാരണം ഈ വർഷം ജൂലൈയിൽ 23, 24 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിൽ പോയിരുന്നു. അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അവിടെയാണ് അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് 10 വർഷത്തേക്ക് രണ്ടുപേരും പരസ്പരം സഹകരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ വളർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കരാറുകളും തുടങ്ങിയത്. അത് വിഷൻ 2035 2025 മുതൽ 2035 വരെയുള്ള 10 വർഷത്തിൽ ഇരു രാജ്യങ്ങളും ഏത് തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകണം, അതിൽ രണ്ട് രാജ്യങ്ങൾക്കും ഏത് തരത്തിലാണ് വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളിൽ രണ്ട് സർക്കാരുകളും ഒരുമിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള കരാറിനെയാണ് വിഷൻ 2035 എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒക്ടോബർ 8, 9 തീയതികളിൽ ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചർച്ചയാകും. നേരത്തെ പറഞ്ഞതുപോലെ ഊർജം, വാണിജ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും രണ്ട് രാജ്യങ്ങൾക്കും സഹകരിച്ച് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പ്രവർത്തിച്ച് രണ്ട് രാജ്യങ്ങൾക്കും ഗുണപരമായ ഉഭയകക്ഷി ബന്ധം നിലനിർത്തുക, അത് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ $56 ബില്യൺ കരാറുകളാണ് ഇരു രാജ്യങ്ങളുമായി ഉള്ളത്. അത് അടുത്ത 10 വർഷം കഴിയുമ്പോൾ 2030 കൂടി അത് $100 ബില്യൺ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഒക്ടോബർ 8 തീയതി എത്തുന്ന കെയർ സ്റ്റാർമർ മുംബൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. അവിടെ വെച്ച് രണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രണ്ട് പ്രധാനമന്ത്രിമാരും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണും, സംസാരിക്കും. തുടങ്ങി വളരെ ഊഷ്മളമായ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയായിട്ടാണ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ വരവിനെ കാണേണ്ടത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ നിലപാടെടുക്കണം, അവർക്ക് താരിഫുകൾ ഏർപ്പെടുത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബ്രിട്ടനും അമേരിക്കയും നിരവധി കാര്യങ്ങളിൽ ഒരേ തീരുമാനങ്ങളും ഒരേ നയവും നിലപാടും സ്വീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അമേരിക്ക പറയുന്നത് കേൾക്കാതെ മറ്റൊരു തലത്തിലാണ് ബ്രിട്ടൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഇന്ത്യയും UK തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ദൃഢമാകുന്നു എന്നുള്ള അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഇന്ത്യ ഇപ്പോൾ സന്ദർശിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച ഈ വർഷം തന്നെ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗം കൂടിയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൂടാതെ ഈ വരുന്ന ഡിസംബറിൽ
നവംബർ ഡിസംബർ മാസത്തിൽ പുടിനും ഇന്ത്യയിൽ എത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ വിദേശ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നു. മറ്റ് രാജ്യങ്ങളുമായി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടെടുക്കുന്നവരും അതുപോലെ അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്നവരും ഇന്ത്യക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുന്നു, വാണിജ്യ വ്യാപാര കരാറുകളിൽ ഒപ്പിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, തീർച്ചയായും. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരികയാണ്. കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏഷ്യാ കപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടത്തിന് മഴ ഭീഷണിയാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അത്തരത്തിൽ കാലാവസ്ഥ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട്. വൈകിട്ട് 3:30 മത്സരം കൊളംബോയിൽ വെച്ച്. വിവരങ്ങളുമായി MS ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ കളിക്കളത്തിലെ പോരാട്ടത്തിനപ്പുറം വിവാദങ്ങളും കൂടി കളിക്കളത്തിൽ നിറഞ്ഞ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പെൺപുലികൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ കളിക്കളത്തിലെ വിജയം തനിയാവർത്തനം ഉണ്ടാകും എന്നതിനപ്പുറം ഈ വിവാദങ്ങൾക്കും അതുപോലൊരു ആവർത്തനം ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് ആര്യ. പക്ഷേ അത് തന്നെയാണ് മെൻസ് ടീമായാലും വിമൻസ് ടീമായാലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം. ഇപ്പോൾ ഏഷ്യാ കപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. കളിച്ച 3 മത്സരങ്ങളും ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഈ വനിതാ ഏകദിന ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ ഒരു മികച്ച തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ഒരു 59 റൺസ് വിജയം, ആദ്യത്തെ മത്സരം തന്നെ വിജയിക്കുന്നു. പാകിസ്ഥാൻ ആവട്ടെ ബംഗ്ലാദേശിനെതിരെ മത്സരം പരാജയപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഈ ഒരു മത്സരം കളിക്കാനായി എത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മത്സരത്തിനേക്കാൾ ഉപരി ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേദി കൂടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ താരങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റൊന്നിലേക്കും നമ്മുടെ ഫോക്കസ് നീളുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ താരങ്ങളും പാകിസ്ഥാൻ താരങ്ങളും പറഞ്ഞത്. പക്ഷേ നമ്മൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ 2022 ഇതുപോലൊരു ഏകദിന ലോകകപ്പിൽ ബിസ്മ മറൂഫിൻ്റെ, അതായത് അന്നത്തെ പാകിസ്ഥാൻ ക്യാപ്റ്റനായ ബിസ്മ മറൂഫുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യ അത് വളരെ ആധികാരികമായി വിജയിക്കുന്നു. പക്ഷേ ആ മത്സരത്തിന് ശേഷം 6 ഇന്ത്യൻ വനിതാ താരങ്ങളും ബിസ്മ മറൂഫിൻ്റെ മകളായ ഫാത്തിമ, അന്ന് 6 മാസം പ്രായമുള്ള ഫാത്തിമയെ കൊഞ്ചിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തത് ആ മത്സരത്തിന് ശേഷം വലിയ രീതിയിൽ സംസാര വിഷയമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരമാണെങ്കിൽ പോലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന രീതിയിൽ ആ മത്സരത്തിന് ശേഷമുള്ള ഇന്ത്യൻ താരങ്ങളുടെയും പാകിസ്ഥാൻ താരങ്ങളുടെയും ഒക്കെ ഒരു ആഘോഷം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷമൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയതാണ്. ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. കാരണം മത്സരത്തിന് ശേഷമോ മത്സരത്തിന് മുമ്പോ ടോസ് ടൈമിൽ പ്രത്യേകിച്ച് ഹർമൻപ്രീത് കൗർ എന്ന ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റന് ഹസ്തദാനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, മത്സരത്തിന് ശേഷം ഇരു ടീമുകളിൽ ഏത് ടീം വിജയിച്ചാൽ പോലും ഹസ്തദാനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് മെൻസ് ടീമായാലും വിമൻസ് ടീമായാലും ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെ ഇന്ത്യൻ ക്യാമ്പും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും മത്സരത്തിന് ശേഷം ഉണ്ടാവുക? നേരത്തെ ഉണ്ടായിരുന്ന അതേപോലുള്ള ഒരു ചിരിയും കളിയും തമാശയും ഒക്കെ തന്നെ ഇന്ത്യൻ വനിതാ താരങ്ങളും പാകിസ്ഥാൻ വനിതാ താരങ്ങളും തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുള്ളത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വനിതാ പോരാട്ടത്തിൽ ഏകദിനത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കളിച്ച 11 കളികളിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അതും ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 80 റൺസിന് മുകളിലോ അല്ലെങ്കിൽ 5 വിക്കറ്റ് വിജയമൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് നേട്ടമായിട്ട് പാകിസ്ഥാനെതിരെ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഇന്നത്തെ മത്സരത്തിൽ? എന്തായാലും ആധിപത്യം ഇന്ത്യക്ക് തന്നെയാണ് ചരിത്രം പരിശോധിച്ചാൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ നിന്നും പാകിസ്ഥാൻ ടീമിൽ നിന്നും എന്തെങ്കിലും മാറ്റം സ്ക്വാഡിൽ നിന്നും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ആദ്യത്തെ മത്സരം ജയിച്ചിരിക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവില്ല. 2-3 ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആര്യ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഒരു വില്ലൻ ഫാക്ടറായിട്ട് മാറാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏകദേശമുള്ള കണക്കുകൾ. പക്ഷേ എന്നാൽ പോലും വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യൻ സമയം വൈകുന്നേരം 3 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ആ സമയത്തോടെ കാലാവസ്ഥ കുറച്ചുകൂടെ അനുകൂലമായിട്ട് മാറുമെന്നുള്ള കണക്കുകളും കൂടിയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മത്സരത്തിലെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് ആധിപത്യം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഹസ്തദാന വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സാഹചര്യത്തിൽ, രാഷ്ട്രീയമായിട്ടും കൂടി ഈ മത്സരം നിലനിൽക്കുന്നുണ്ട് സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിവാദങ്ങൾ പൊളിക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് വേണം തന്നെ കണക്കാക്കാൻ. ഇന്ത്യൻ പുരുഷ ടീം എങ്ങനെയാണോ പാകിസ്ഥാൻ കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരിക്കാം വനിതകളും ഇന്ന് ഇറങ്ങുക എന്ന കാര്യത്തിൽ ഏകദേശം തർക്കമൊന്നുമില്ലാത്ത തന്നെ കാര്യമായിട്ട് മാറുകയാണ്. ആര്യ, തീർച്ചയായും ഏറെ ആവേശം നിറഞ്ഞ ആകാംക്ഷ നിറഞ്ഞ മത്സരമാണ് ഇന്ന് കൊളംബോയിൽ വൈകിട്ട് 3:30 നടക്കാൻ പോകുന്നത്. ഏഷ്യാ കപ്പിന് ശേഷം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും കളിക്കളത്തിൽ നേർക്കുനേർ വരുന്നു എന്നതാണ് സാഹചര്യം. നമ്മുടെ പെൺപുലികൾ ഇന്ന് ഇറങ്ങാൻ പോവുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യൻ ടീം കരുത്തുറ്റ ടീമാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിനപ്പുറം ഈ ഹസ്തദാന വിവാദമൊക്കെ ഏത് തരത്തിൽ ഇനി കളിക്കളത്തിൽ നിറയും എന്നുള്ളതാണ് ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസിന് മുന്നിൽ ആരോപണം നിഷേധിച്ച് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് ലഭിച്ചത് ചെമ്പ് പാളിയാണെന്ന് വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. രേഖാമൂലമാണ് ഉദ്യോഗസ്ഥർ ചെമ്പുപാളി നൽകിയതെന്നും അദ്ദേഹം വാദം ഉന്നയിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നുമാണ് വാദം. ഇന്നലെ വൈകിട്ട് 4 മണിക്കൂറാണ് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥരുടെ കൂടി മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് വിജിലൻസ് സംഘം കടക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെയും പീഠങ്ങളുടെയും തിരിമറിയിലൂടെ കാണാതായിരിക്കുന്നത് 5 കിലോയ്ക്കടുത്ത സ്വർണമാണ്. 600 പവനോളം വരും ഇത്. ഇപ്പോഴത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളിൽ ആകെയുള്ളത് 407 ഗ്രാം സ്വർണം മാത്രമാണ്. അതായത് 51 പവൻ മാത്രം. സന്നിധാന ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനായ ഷെന്തിൽനാഥൻ കൃത്യമായ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. 5 കിലോ സ്വർണം അടങ്ങിയ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾക്ക് പകരം സ്വർണം പൂശിയ മറ്റൊരു സെറ്റ് പാളികളാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളതെന്നും ഷെന്തിൽനാഥൻ പറയുന്നു. ഒരു സെറ്റ് സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് കണ്ടെത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടതും ഇത് മനസ്സിലാക്കിയാണെന്ന് ഷെന്തിൽനാഥൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. 2 ദ്വാരപാലക ശില്പങ്ങൾക്കുമായി 5 കിലോയുടെ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുകൂടാതെ ബാക്കി ഭാരം എന്ന് പറയുന്നത് ആ ഒരു ചെമ്പിന്റെ ഭാരമാണ്. അപ്പോൾ ചെമ്പിന്റെ ഭാരം കൂടാതെ 5 കിലോ സ്വർണം കൂടി. അങ്ങനെ വരുമ്പോൾ 2 ദ്വാരപാലകർക്കുമായിട്ട് ഏകദേശം 25 കിലോ ഇല്ലേ? അതല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ 2 ദ്വാരപാലകര് ചെമ്പ് ഉൾപ്പെടെ ഉള്ള വെയിറ്റാണ് നിങ്ങൾ പറഞ്ഞ 25 കിലോ എന്ന് പറഞ്ഞത്. ആയിരിക്കാം. പക്ഷെ ഗോൾഡ് മാത്രം 5 കിലോസ് അതിൻ്റെ അകത്തുണ്ട്. അവിടെ ചെമ്പിൻ്റെ പോർഷൻ ഒന്നുമില്ല. എവ്രിതിങ് കവേർഡ് വിത്ത് ഗോൾഡാണ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ദ്വാരപാലകർ ഗോൾഡ് വെച്ച് പൂശി ഗോൾഡ് പ്ലേറ്റ്. അതായത് ചെമ്പ് സ്വർണ്ണപ്പാളികളാണ്. സ്വർണ്ണപ്പാളികളായിട്ട് ഏകദേശം 14 രണ്ടും കൂടെ സ്വർണ്ണപ്പാളികൾ അതിൽ ലയിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 407 ഗ്രാം, അതായത് 397 ഗ്രാം ആയിരുന്നു 2019 കൊണ്ടുവന്ന സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ മാസം അത് ഒന്നുകൂടി അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഒരു 10 ഗ്രാം സ്വർണം കൂടി കൂടുതലിട്ടു, സ്വർണം പൂശി. അങ്ങനെ വന്നപ്പോൾ 407 ഗ്രാം. 407 ഗ്രാം എവിടെ കിടക്കുന്നു? 5 കിലോ എവിടെ കിടക്കുന്നു? അതെ, ഞാനും അത് കേട്ടായിരുന്നു. പക്ഷേ ഇതിൽ സംശയം തോന്നുന്നത് ആസ് എ എന്താ പറയുക, ഒരു ന്യൂട്രൽ പേഴ്സണായിട്ട്, വിദഗ്ധൻ എന്നുള്ളത് മാറ്റി വയ്ക്കുക, ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ കൂടി ഒരു തേർഡ് പേഴ്സൺ കൂടി നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ. ആ വ്യൂ പോയിന്റിൽ ഇത് അറിയാവുന്ന ഒരു സത്യം കൂടി ആയതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഒന്നില്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ, അതായത് ആസ് എ ഹോൾ ഈ ദ്വാരപാലരെ പുതിയത് ഉണ്ടാക്കി ആ ചെമ്പ് കൊടുത്ത് വിട്ട് കാണണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല, ഉത്തരവിട്ട് കാണണം. ഈ രണ്ടുമാണെങ്കിൽ ആ ഉത്തരവ് അവിടെ കാണണം. ശരിയല്ലേ? ഈ പുതിയത് ചെയ്യാൻ പറഞ്ഞാലോ ചെയ്ത് കൊടുത്തു വിട്ടാലോ ഇത് ചെമ്പാണെന്നുള്ളത് ആ ഒരു രേഖ അവിടെ കാണണം. 100% ഷുവറാണത്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് നമ്പർ 1. നമ്പർ 2 എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പഴയത് അയച്ചു വെച്ച് കാണണമല്ലോ, അത് അവരുടെ സ്റ്റോറേജിൽ കാണണമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഇന്നത്തെ കോടതിയുടെ ഒരു വിധിപ്പറിപ്പിൽ കണ്ടായിരുന്നു, അത് വിജിലൻസ് ഓഫീസറുണ്ടോ അന്വേഷിച്ചപ്പോഴേക്കും അതവിടെ ഉണ്ടായിരുന്നില്ലെന്നോ രണ്ടാമത് ഒരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉണ്ടല്ലോ, അതെവിടെയാണ്? അത് ഈ ആഭരണങ്ങളെ കുറിച്ചാണ് കോടതി ചോദിക്കുന്നത്. അത് ഇതുവരെ കണ്ടെത്താൻ കഴിയില്ല. താങ്കൾ കൃത്യമായിട്ട് സംശയിക്കുന്നത് അങ്ങനെ ഒരു പുതിയ ചെമ്പ് ഉണ്ടാക്കി അതിൽ 2019 സ്വർണം പൂശി കൊണ്ടുവന്നു. അപ്പോൾ വിജയ് മല്യ, ഇപ്പോൾ താങ്കൾ നേരത്തെ പ്രതിപാദിച്ച ആ 5 കിലോ സ്വർണം ആവരണം ചെയ്ത ആ 2 പാളികളും അതെവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കാം. കാണണമല്ലോ, അത് മറ്റു അത് അവരുടെ സ്ഥലത്ത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്, അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കൊണ്ടുപോയിരിക്കാം, അല്ലേ? ഇത് ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ല. കൊണ്ടുവരിക അവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പറയുന്നത്, ശരിയല്ലേ? അതായത് രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നാച്ചുറലി ആദ്യത്തെ സെറ്റ് ഇവിടെ പോയെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിലും എത്ര പേര് ചോദിക്കാനുണ്ട് അതിൻ്റെ പുറയിലുണ്ടാവും. എല്ലാ ഭക്തന്മാരും ചോദിക്കില്ലേ, നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കില്ലേ ഇതെവിടെ പോയെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അതെ, ഉണ്ടെങ്കിൽ അത് പറയണം, അത് രേഖപ്പെടുത്തണം. അത് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ അതും കൂടി കണ്ടെത്തണം, അതിൻ്റെ റിപ്പോർട്ട് തരണം. സന്നിധാന ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനായ സെന്തിൽനാഥനാണ് ഈ കൃത്യമായ കണക്ക് നമ്മളുമായി പങ്കുവച്ചത്. ന്യൂസ് 18 സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കണക്കുകളിലെല്ലാം ഒരു കൃത്യത വരുത്തിയത്. മഞ്ജുഷ് ഗോപാലുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സ്ത്രീ വിരുദ്ധ പരാമർശവുമായി MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. പണ്ട് മാറ് മറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ മാറ് കാണിക്കാനാണ് സമരം. അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട, പൂർവികർ നടന്നതുപോലെ നടന്നാൽ മതിയെന്നുമാണ് ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ. ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ എന്തിനു വേണ്ടി, ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മുല മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? മുല കാണിക്കാനുള്ള സമരം. അത് തന്നെ. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. ഉള്ള മാതിരിയൊക്കെ നടന്നാൽ മതി. നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കണ മാതിരി തന്നെ നടന്നാൽ മതി. മലപ്പുറം തിരൂരിൽ MES അധ്യാപകരുടെ സംഗമത്തിൽ സംസാരിക്കുമ്പോഴാണ് ഈ വിവാദ പ്രസ്താവന വാക്കുകളൊക്കെ ഫസൽ ഗഫൂറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാദമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ സാംസ്കാരിക കേരളം വരും ദിവസങ്ങളിലെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബീഹാറിൽ സുജാവ് യാത്രയുമായി BJP. 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ജനങ്ങളെ നേരിൽ കണ്ട് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബഘേൽ, അധീർ രഞ്ജൻ ചൌധരി എന്നിവരെ ACC നിയമിച്ചു. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. BJPയുടെ സുജാവ് യാത്ര നടക്കാൻ പോവുകയാണ് ബീഹാറിൽ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാർ നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് BJPക്കും NDAക്കും ഉള്ളത്. കാരണം 2005 മുതൽ നോക്കുകയാണെങ്കിൽ ചെറിയ കാലയളവിൽ നിതീഷ് കുമാർ മാറി എന്നൊഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും NDA ഭരണം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മേഖല സംസ്ഥാനം നിലനിർത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഏതായാലും അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നേരത്തെ മുതൽ BJP ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വോട്ടർമാരെ ആകർഷിക്കുന്ന പല പദ്ധതികളുടെ പ്രഖ്യാപനവും ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. കഴിഞ്ഞ 25-ാം തീയതിയാണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് 10,000 രൂപ നൽകുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഏതാണ്ട് 25 ലക്ഷം സ്ത്രീകൾക്കാണ് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. ഇന്നലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആ തുകയെല്ലാം തന്നെ കൈമാറുകയും ചെയ്തു. ഏതാണ്ട് 2,500 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവഴിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇന്നലെ ഏതാണ്ട് 62,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അതിലും ബീഹാറിനാണ് ഊന്നൽ, യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ബീഹാറിൻ്റെ പുരോഗതി പിന്നോട്ട് പോയതിന് ഉത്തരവാദി RJD ആണെന്ന വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഇപ്പോൾ സുജാവ് യാത്രയ്ക്ക് പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം രൂപീകരിക്കുക, അതാണ് ആ യാത്രയുടെ ലക്ഷ്യം. അതിന് BJP തുടക്കം കുറിക്കുകയാണ്. ഇന്ന് മുതൽ 20-ാം തീയതി വരെയാണ് ഈ യാത്ര. ഏതാണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നുപോകും. തുടർന്ന് വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ തുടങ്ങിയവരിൽ നിന്നൊക്കെ അഭിപ്രായം തേടും. അങ്ങനെ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകും എന്നാണ് BJP അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ചില നീക്കങ്ങൾ കൂടി ഇപ്പോൾ ഏതായാലും NDAയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. മറുവശത്ത് കോൺഗ്രസും ഇതിനോടകം തന്നെ നിരീക്ഷകരായി 3 പ്രധാനപ്പെട്ട നേതാക്കളെ നിശ്ചയിച്ചിരിക്കുകയാണ്. 2 പേർ മുൻ മുഖ്യമന്ത്രിമാരാണ്. ഒന്ന് ഭൂപേഷ് ബഘേൽ, മറ്റൊന്ന് അശോക് ഗെഹ്ലോട്ട്. ഇത് കൂടാതെ അധീർ രഞ്ജൻ ചൌധരിയെ കൂടി നിരീക്ഷകരായി 3 പേരെ അങ്ങനെ നിയമിച്ചിരിക്കുന്നു ACC. കാരണം ബീഹാറിൽ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം, മഹാസഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം തോറ്റത് വെറും 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ്. അതിൽ തന്നെ
കോൺഗ്രസിന്റെ പ്രകടനമായിരുന്നു അത്തരത്തിലൊരു വലിയ തിരിച്ചടിയിലേക്ക് നയിച്ചത്. അതായത് RJD ഏറ്റവും വലിയ ഒറ്റകക്ഷി, നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഈ സഖ്യത്തിനൊപ്പമുള്ള ഇടതു പാർട്ടികൾ വലിയ സീറ്റുകൾ നേടി. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടനം ബീഹാറിൽ കഴിഞ്ഞ തവണ ദയനീയമായിരുന്നു. അപ്പോൾ ആ സാഹചര്യം മാറ്റിയെടുക്കുക, പരമാവധി വിജയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തിയതാണ്. ആ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത സംസ്ഥാനത്തുടനീളം ലഭിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ വലിയ വിജയം സ്വന്തമാക്കുക, അങ്ങനെ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി ഏതായാലും കോൺഗ്രസിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരീക്ഷകരെയൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ തന്നെ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 3 പേരുടെയും സംഘം ഇപ്പോൾ ഇന്നലെ പട്നയിലെത്തി വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തി. ഇന്നും ചർച്ചകൾ തുടരും. ഈ ചർച്ചകളിലൊക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ചാട്ട് പൂജയ്ക്ക് ശേഷം മതി തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ആകാംക്ഷയോടെ ആയിരിക്കും ഇന്നലത്തെ ദിവസം എല്ലാവരും കണ്ണു തുറന്നിട്ടുണ്ടാവുക. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടന്ന ദിവസമാണ്. നറുക്കെടുപ്പ് നടന്നു. വിജയിയെ നമ്മൾ ടിക്കറ്റ് പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം, ബമ്പർ സമ്മാനം 25 കോടി ലഭിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞതിന് ശേഷം തൊട്ട് ഈ ഭാഗ്യശാലി ആരാണ്, ആർക്കാണ് 25 കോടി അടിച്ചത് എന്നത് നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഭാഗ്യശാലി ഇപ്പോഴും കാണാമറയത്താണ്. ഓണം ബമ്പർ സമ്മാന വിജയെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നാണ് ഈ ടിക്കറ്റ് വിറ്റ ഏജന്റ് MG ലതീഷ് പറയുന്നത്. അദ്ദേഹം തത്സമയം ഇല്ല, പുള്ളി സ്ഥിരമായിട്ട് എടുക്കുന്നില്ല. ഓണം ബമ്പർ സ്പെഷ്യലായിട്ട് ഒരു ടിക്കറ്റ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കാണിച്ചില്ല, പുള്ളിനെ കാണിച്ചു. വാട്സപ്പിൽ രാത്രി 12 മണിക്ക് കാണിച്ചു. അത് വിശ്വസിക്കാവുന്ന ആളാണ്. ആൾക്ക് പേര് പറഞ്ഞപ്പോൾ ആൾക്ക് ആളെ അറിയുകയും ചെയ്യാം. എന്നോട് പേര് പോലും പറഞ്ഞില്ല ആളുടെ. ഇന്ന് നീ പറയണ്ട എന്ന് പറഞ്ഞു, ആളെയും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സുഹൃത്തിന് രാത്രി 12 മണിക്ക് ടിക്കറ്റ് വാട്സപ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പുള്ളി പറഞ്ഞാൽ നെട്ടൂരുകാരൻ തന്നെയാണ്, നാളെ രാവിലെ അറിയാം ആളെന്ന് പറഞ്ഞു. നാളെ അറിയാന്ന് പറഞ്ഞു. നെട്ടൂരുകാരൻ തന്നെ, നെട്ടൂര് വന്ന് താമസിക്കുന്ന ആളാണ്. കണ്ടു വാട്സപ്പിൽ കണ്ടതാ ടിക്കറ്റ്. നമ്പർ വെച്ച് കൺഫേം ചെയ്യാന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് കണ്ടെന്ന് പറഞ്ഞപ്പോ ആ ടിക്കറ്റ് ആയിരിക്കുമല്ലോ കണ്ടത്. പുള്ളി അങ്ങനെ വെറുതെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പുള്ളിക്ക് വെറുതെ പറയേണ്ട കാര്യമില്ല, ഇത് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം. ഇല്ല തമാശ ആകൂല, അങ്ങനെ തമാശ പറയുന്ന ആളല്ല. തമാശ പറയുന്ന രീതിയിൽ പറയുന്ന ഒരാളല്ല ഇത്. അങ്ങ് പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതാണ്. അതറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഇത് പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഡീറ്റെയിൽ എന്ന് പറയാം. നിങ്ങൾ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും ആളെ കാണാനും അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്, ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് സുഹൃത്ത് നെട്ടൂരുള്ള ആളാണ്. ഇപ്പൊ കടയുടെ അകത്ത് ഇരുന്നച്ച ഒരാളാണ്, ഇരുന്നച്ച ആളാണ്. പുള്ളിയുടെ പേര് പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്നോട് വന്നത് സ്വദേശി നെട്ടൂര് വന്ന് താമസിക്കുന്ന ആളാണ്. അല്ല അത്ര എന്നോട് പറയരുതെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കൊരു ആകാംക്ഷയുണ്ട് ആരാണെന്ന് അറിയാനുള്ള, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടിക്കറ്റ് വിറ്റ ലതീഷാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഡാനി ഇപ്പോൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണ് ലതീഷ് പറയുന്നത്? നമ്മളെല്ലാവരും ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുകയാണ്. ലതീഷിന് പോലും സൂചന ഇല്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോഴാണ് ലതീഷ് തത്സമയം വന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ആ സൂചന ഡാനി? ഇതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇന്നലെ ഈ ടിക്കറ്റ് വാട്സപ്പിലൂടെ കണ്ടു. കാരണം നെട്ടൂര് വന്ന് താമസിക്കുന്ന ഒരാളാണ് ഈ ഭാഗ്യശാലി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഈ ടിക്കറ്റ് അദ്ദേഹം അയച്ചു കൊടുത്തു. അതിന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. തന്റെ പക്കലുണ്ട്, തനിക്കാണ് ഈ സമ്മാനം എന്ന് പറഞ്ഞു. അത് കണ്ട ഈ ലതീഷിന്റെ സുഹൃത്താണ് ലതീഷിനോട് പറഞ്ഞത്, ടിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അത് നാളെ അദ്ദേഹം ബാങ്കിൽ ഏൽപ്പിക്കും, അതിനുശേഷം വിവരങ്ങൾ പറയാം. ഒരു പക്ഷേ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരിക. കാരണം ഇദ്ദേഹത്തിന്റെ സുഹൃത്തും അത് തന്നെ പറഞ്ഞു, തൽക്കാലം ഒന്നും പുറത്ത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. സുഹൃത്തിനെ കുറിച്ചുള്ള വിവരവും തരുന്നില്ല. കാരണം അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അത്
തീർച്ചയായും രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നു എന്നാണ് ലതീഷ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ അദ്ദേഹം ബാങ്കിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം മാത്രം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് അറിയാനായിട്ട് കഴിയുകയുള്ളൂ. അത് ലതീഷിനോടും പറഞ്ഞിട്ടുണ്ട്. ലതീഷിനും ആർക്കാണ് ഈ ടിക്കറ്റ് അടിച്ചത് എന്നൊന്നും അദ്ദേഹത്തിനും അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഈ ടിക്കറ്റ് വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ട് എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാനായിട്ട് സാധിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ടിക്കറ്റ് കണ്ടത്. ഇന്നലെ രാത്രിയായിരുന്നോ ഇത് കണ്ടത്? രാത്രി എന്റെ ഫ്രണ്ടാ പറഞ്ഞത്. പുള്ളിനെ രാത്രി കാണിച്ചു, ലതീഷ് നെട്ടൂരുകാരൻ തന്നെയാണ് അടിച്ചേക്കണേന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ്. അത്ര എനിക്കറിയാൻ പാടുള്ളൂ, കൂടുതലൊന്നും അറിയില്ല. നിങ്ങളുടെ നിരന്തരമായ ചോദ്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞെന്ന് മാത്രം. മറുപടി ഉണ്ടാക്കി പറഞ്ഞതല്ല, പുള്ളി പറഞ്ഞ മറുപടി തന്നെയാണ്. സുഹൃത്തിനെ അവിശ്വസിക്കേണ്ടതില്ല. ഇല്ല അങ്ങനെ വെറുതെ പറഞ്ഞ ആളാകേണ്ട ഒരു കാര്യമില്ല പുള്ളിക്ക് ഇതില്. കാരണം രാത്രി 12 മണിക്ക് ഒരാൾ വിളിച്ച് വാട്സപ്പിൽ കാണിച്ചു കൊടുത്താണ് ഇന്ന ആൾക്കാണ് അടിച്ചേക്കണത്. പേര് പറഞ്ഞപ്പോൾ ആള് ഏകദേശം കൺഫേം ആണ്. അത് ഏകദേശം അത്രേ എനിക്കറിയാൻ പാടില്ല. അയാൾ പറഞ്ഞുള്ള അറിവല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇപ്പോ അദ്ദേഹം ബാങ്കിൽ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളോ പറഞ്ഞിരുന്നോ? കൊടുക്കാതിരിക്കാൻ നാളെ കൊടുക്കുമായിരിക്കും. ഇവിടേക്ക് വരണം നിർബന്ധവുമില്ല. ഇല്ല വേറെ നമുക്കൊരു ക്ഷയിക്കാൻ അത്രയുള്ള ആവശ്യമുള്ളൂ. ആളെ കാണുക അത്ര. നെട്ടൂരുകാരനാവണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ, അത് സന്തോഷമായോ? അത് സന്തോഷം, 100% സന്തോഷം. തമാശ അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ. കാരണം വേറൊന്നുമില്ല, അവരുടെ കാശാണല്ലോ ഇത് നമ്മ ഇങ്ങനെ നിൽക്കണത്. അതുകൊണ്ട് അവർക്ക് ആകണമെന്നുള്ളൊരു ആകാംക്ഷ അത്രയാണ്. ഇനിയിപ്പോ ഏതായാലും അതിലൊരു ഉറപ്പായി, നെട്ടൂര് തന്നെയാണ്. ആണെന്ന് ഉറപ്പായി. അത് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇത് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നത് അത് നെട്ടൂര് തന്നെയാണ്. കാരണം താൻ ഈ വഴിയിൽ ഭാഗ്യം വിൽക്കുന്ന ഒരാളാണ്. ഈ നാട്ടുകാരുടെ എല്ലാം തന്നെ ഒരു കാരുണ്യം കൊണ്ടൊക്കെ തന്നെയാണ് താൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വിൽക്കുന്ന ടിക്കറ്റ് അത് പുറത്തേക്ക് പോകേണ്ട, അതിന്റെ ഒരു ഭാഗ്യം ഈ നാട്ടുകാർക്ക് തന്നെയാണെങ്കിൽ തന്റെ സന്തോഷം അത് കൂടുതലാകും, കൂടുതൽ അത് ഇരട്ടിക്കുകയും എല്ലാം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അതേപോലെ ഒരു സന്തോഷത്തിലേക്കെല്ലാം തന്നെ വന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള സൂചനകൾ പ്രകാരം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ടിക്കറ്റ് കണ്ടിട്ടുണ്ട്, വാട്സപ്പിലൂടെ ഇന്നലെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്താണ് പറഞ്ഞത് ഈ ടിക്കറ്റ് നെട്ടൂര് ഉള്ള ഒരാൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്ത് പറയേണ്ടതില്ല എന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സുഹൃത്തും മറ്റു വിശദാംശങ്ങളൊന്നും ലതീഷിനോട് പറഞ്ഞിട്ടില്ല. അറിയാവുന്നത് ഇതാണ്, ആ ടിക്കറ്റ് ഇന്നലെ അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്ത് ഇന്നലെ അത് വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ അത് അദ്ദേഹം ബാങ്കിൽ ഏൽപ്പിക്കും. ഇതിനുശേഷമാണ് ഇതിനൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും കാര്യങ്ങളും ഉണ്ടാവുക. കാരണം നമുക്ക് അറിയാം, ഈ ലോട്ടറി സംബന്ധിയായ കാര്യങ്ങൾ പലപ്പോഴും പോയ വർഷവുമെല്ലാം തന്നെ ഈ ഫലപ്രഖ്യാപനം സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം ചില അവകാശവാദങ്ങൾ പലയിടങ്ങളിലും തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊരു ഉറപ്പ് വരേണ്ടതുണ്ട്. ഏതായാലും ലതീഷ് സുഹൃത്തിനെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു അത് നെട്ടൂര് തന്നെയുള്ള ഒരാളാണ്, എനിക്ക് ആ സുഹൃത്തിനെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് ലതീഷ് പറയുന്നത്. എന്തായാലും ആർക്കാണ് ഇതെന്നതിനെ കുറിച്ച് ഏജന്റിനും വലിയ പിടിപാടില്ല. ആർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്നത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുമില്ല. നാളെ കൊണ്ട് ഈ ഒരു സസ്പെൻസ് അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. ഡാനി, ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് തന്നെയാണ്, ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ഇത്രയും നേരം ഈ നിമിഷം വരെ നമുക്ക് ആരാണ് ആ ഭാഗ്യശാലി എന്നതിനെക്കുറിച്ച് സ്ഥിരീകരിക്കാവുന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്ന് പോലുമുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണിപ്പോൾ ലതീഷ് മാധ്യമങ്ങളെ തത്സമയം കണ്ട് പറയുകയാണ്, സൂചന ലഭിച്ചിട്ടുണ്ട്, നെട്ടൂർ സ്വദേശി തന്നെയാണ്, മലയാളിയാണ്, അതിൽ അദ്ദേഹത്തിനും വലിയ സന്തോഷമുണ്ട്. ഈ ഭാഗ്യശാലിയുടെ സുഹൃത്ത് ആ ടിക്കറ്റ് കണ്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ലതീഷിനെ സംബന്ധിച്ചും ആ വ്യക്തി. അതുകൊണ്ട് ഭാഗ്യശാലിയെക്കുറിച്ചൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ അദ്ദേഹം ബാങ്കിലേക്ക് എത്തി ഈ ടിക്കറ്റ് കൈമാറും. അതിനുശേഷമൊക്കെ നമുക്കും അറിയാൻ സാധിക്കുമായിരിക്കും ആ ഭാഗ്യശാലിയുടെ പേരും വിവരങ്ങളും ഒക്കെ. അതോ ഇനിയും കാണാമറയത്ത് തന്നെ അതീവ രഹസ്യമായി ആ ഭാഗ്യശാലി തുടരുമോ എന്നും അറിയില്ല. പക്ഷേ ലതീഷിനൊരൊറ്റ ആഗ്രഹമുണ്ട്, താൻ വിറ്റ ടിക്കറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് വാങ്ങിയ ആൾ ആ ഭാഗ്യശാലി ഒന്ന് നേരിട്ട് കാണണം, അറിയണം, ഒരു ഷെയ്ക്ക് ഹാൻഡ് അത്ര മതി എന്നാണ് ലതീഷ് പറയുന്നത്. എന്തായാലും ലതീഷും കാത്തിരിക്കുകയാണ്, നമ്മൾ മലയാളികളെല്ലാം കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലിയെ ഒന്ന് കാണാൻ. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. ഇനി നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചതിൽ നടപടിക്ക് സാധ്യത. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുൻപേ അധ്യാപകൻ
കർട്ടൻ താഴ്ത്തുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി SFI MSF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുൻപേ കർട്ടൻ താഴ്ത്തിയ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും പലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു മൈം ഷോ നടത്തിയാൽ എന്താണ് കുഴപ്പം? ഏത് അധ്യാപകനാണ് ഇത്തരത്തിൽ അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഈ അധ്യാപകനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ, ഈ വിഷയം അന്വേഷിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ പ്രതികരണം വന്നത്. എന്തായാലും വലിയ വിവാദമാവുകയാണ് വിഷയം. വലിയ പ്രതിഷേധങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തമിഴകത്ത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുമോ? വിജയോടുള്ള BJPയുടെ മൃദു സമീപനമാണ് ഇപ്പോൾ തമിഴകത്തെ സജീവ ചർച്ച. കരൂർ ദുരന്തത്തിന് ശേഷം നടൻ വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടിയെ ഒപ്പം നിർത്താൻ അണിയറ നീക്കങ്ങൾ സജീവമാക്കുകയാണ് BJP. വിജയിയെ ഒപ്പം നിർത്താൻ BJP നീക്കങ്ങൾ നടത്തുകയാണെന്ന് നാം തമിഴർ കക്ഷി നേതാവ് സെന്തമിഴൻ പറഞ്ഞു. 41 പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തിന് TVK മാത്രം കുറ്റം പറയാൻ കഴിയില്ലെന്നും DMK സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നുമുള്ള BJPയുടെ പ്രതികരണം സഖ്യസാധ്യതകളിലെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അജയ് സുധ ബിജുവിന്റെ റിപ്പോർട്ട് കാണാം. കരൂർ ദുരന്തത്തിൽ കോടതി കൂടി കൈവിട്ടതോടെ വിജയ് പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഇനി പ്രതീക്ഷ ജനങ്ങളാണ്. എന്നാൽ അവരുടെ തീരുമാനമറിയാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. എന്നാൽ അതിനു മുൻപേ DMK സർക്കാർ വിജയ്ക്കെതിരെ അടുത്ത കരുക്കൾ നീക്കിയാലോ? ഇന്നലെ കോടതി സർക്കാരിനോട് ആരാഞ്ഞ പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് എന്തുകൊണ്ട് വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തില്ല എന്നത്. TVKയോട് സർക്കാരിന് മൃദു സമീപനമാണെന്ന് പറഞ്ഞ കോടതി 2 പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തതല്ലാതെ വേറെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയും ചെയ്തു. സംഭവം ഇത് സർക്കാരിനുള്ള വിമർശനമാണെങ്കിലും ഒരേ സമയം അവർക്ക് ആശ്വാസം കൂടിയാണ്. ഇനി ഒരു തടസ്സവുമില്ലാതെ DMK സർക്കാരിന് വിജയെ അറസ്റ്റ് ചെയ്യാം, എന്ത് കടുത്ത നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ ഈ ദുർഘട നിമിഷത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി ഒരു പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അവരാണ് BJPയുടെ ഒരു മുതിർന്ന നേതാവ് ഇതിനോടകം വിജയെ പിന്തുണ അറിയിച്ച് വിളിച്ചതായാണ് സൂചന. DMK സർക്കാർ വിജയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അവർക്കെതിരെയുള്ള പോരാട്ടം ഒറ്റയ്ക്കാകില്ലെന്ന് BJP ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശാന്തമായി കാത്തിരിക്കൂ എന്നതാണ് ഈ മുതിർന്ന നേതാവ് അറിയിച്ചത്. എന്നാൽ വിജയെ ബന്ധപ്പെട്ട നേതാവ് ആരാണെന്ന കാര്യം ഇതുവരെ BJP വ്യക്തമാക്കിയിട്ടില്ല. വിജയുമായി ചർച്ച നടത്തി എന്നത് എല്ലാ BJP വൃത്തങ്ങളും ഒരേപോലെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇത് മാത്രമല്ല, വിജയ് ഈ നേതാവിന് നന്ദി അറിയിച്ചതായും സൂചനയുണ്ട്. മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിജയെ ബന്ധപ്പെടാനൊന്ന് ശ്രമിച്ചെങ്കിലും വിജയ് താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഈ പുതിയ ആൾ ആരാണെന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയ ലോകം ഒരേപോലെ ഉറ്റുനോക്കുന്നത്. TVKയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോഴും AIDMK പിണക്കാതെയുള്ളൊരു നിലപാടാണ് BJP സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. TVKയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറിയായ ആദവ് അർജുൻ നിലവിൽ ഡൽഹിയിൽ സന്ദർശനം നടത്തുകയാണ്. ഈ സന്ദർശനത്തിനും BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഡൽഹിയിൽ ആദവ് BJPയുടെ ഉന്നത തലങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകാം. എന്തായാലും TVK തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുള്ളതായാണ് BJP വിലയിരുത്തുന്നത്. വിജയ് എന്ന നടന്റെ പോപ്പുലാരിറ്റിയും ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും വോട്ടായി മാറിയേക്കാമെന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് TVKയെ ഒപ്പം കൂട്ടി സഖ്യം വലുതാക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ 2026 അവർക്ക് വലിയൊരു മുന്നേറ്റം തമിഴ്നാട്ടിൽ നടത്താൻ സാധിക്കും. ഇത് കാരണമാണ് കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ BJP TVKക്കെതിരെ തിരിയാതെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത്. നിലവിലുള്ള സാഹചര്യം നോക്കിയാലും കരൂർ വിഷയത്തിൽ BJPയുടെയും TVKയുടെയും രാഷ്ട്രീയ നിലപാടുകൾ ഏറെക്കുറെ ഒരുപോലെയാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ BJPയുമായി കൂട്ടുകൂടുന്നത് വിജയ്ക്ക് ഗുണകരമാകുമോ എന്നതാണ് വലിയൊരു ചോദ്യം. ചരിത്രം പരിശോധിച്ചാൽ വിജയും BJPയും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപ് മെരസൽ സിനിമയിലെ വിവാദ GST ഡയലോഗ് മുതലേ പ്രശ്നങ്ങളുണ്ട്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ വിജയുടെ സൈക്കിളിലെ യാത്രയും ED പരിശോധനയുമെല്ലാം ഈ പ്രശ്നത്തിൻ്റെ വാശി കൂട്ടി.
പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ BJPയെയും ADMKയും വിജയ് രാഷ്ട്രീയ എതിരാളികളായി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് നടന്ന റാലികളിലെല്ലാം വിജയ് ഇരു പാർട്ടികളെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇപ്പോൾ പെട്ടെന്നങ്ങനെ നിലപാട് മാറ്റിയാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വിജയ്ക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ നേട്ടമാവുക DMK സർക്കാരിനായിരിക്കും. എന്തായാലും വിജയ് തമിഴ്നാട്ടിൽ ഒരു സ്വാധീന ശക്തിയായി മാറിയതായാണ് സൂചന. അതാണ് ആദ്യം വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കോൺഗ്രസ് പാർട്ടി പോലും ഇപ്പോൾ നിലപാട് ഒന്ന് മയപ്പെടുത്തിയത്. പിന്നീട് രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കാത്തിരിക്കാം, ദളപതി എന്തൊക്കെ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന്. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ വൻ ലഹരി വേട്ട. 6 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫാഷൻ ഡിസൈനർ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്മാലാണ് പിടിയിലായത്. തിരുവനന്തപുരം കോവളത്ത് 200 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. ശ്രീകാര്യം സ്വദേശികളാണ് പിടിയിലായത്. ഇവരുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു. ഇനി ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത്. സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി കണക്കുകൾ. 1 ലക്ഷത്തിൽ 2 പേർ ജീവൻ ഒടുക്കുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ആശങ്കാജനകമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നു. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. സംസ്ഥാനത്ത് ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് ഉയരുകയാണ്. 2024 ആയിരുന്നത് 2 വർഷം പിന്നിടുമ്പോൾ 28.5 ആത്മഹത്യാ നിരക്ക് ഇപ്പോൾ 1 ലക്ഷം ജനസംഖ്യയിൽ 30.6 എന്ന തോതിലേക്ക് ഉയർന്നിട്ടുണ്ട്. പോയ 3 വർഷമായി ഇത് ഉയർന്നു തന്നെയിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു. ഇതിന് പിന്നിൽ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി കാരണങ്ങളുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ പറയുന്നു. ഓരോ ആത്മഹത്യയും പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഉണ്ടാവുക. വ്യക്തിത്വത്തിൻ്റെ ഘടകം ഉണ്ടാവാം, ജനിതകമായിട്ടുള്ള രോഗാവസ്ഥകളുടെ ഘടകം ഉണ്ടാവാം, സാമൂഹിക സ്ഥിതികളിലുണ്ടായ മാറ്റത്തിൻ്റെ ഘടകങ്ങളുണ്ടാവാം. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കടക്കണിയിൽ മരിച്ചു, കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ഈ രീതിയിലുള്ള കാരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പലതും പോലീസ് FIRൽ അവർ രേഖപ്പെടുത്തുന്ന ഒരു കാരണം മാത്രമാണ്. ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ളത് കൊല്ലത്താണെന്ന് കണക്കുകൾ പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളും മയക്കുമരുന്നുകൾ സൃഷ്ടിക്കുന്ന അരാജകത്വവും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങളാണ്. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. കുട്ടികളെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം അതിനെ നേരിടാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള ജീവിത വൈഭവങ്ങൾ നൽകാം. അവരോട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയണം, അതിന് പരിഹാരം തേടണം. അല്ലാതെ ലഹരിയുടെ വഴിയിലോ സ്വയം മരിക്കാനുള്ള വഴിയിലോ പോകരുത് എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ആ തരത്തിൽ സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. ആരോഗ്യമേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്ന അവകാശവാദങ്ങൾ ഉയരുമ്പോഴും ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ശിശുമരണ നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയുമ്പോഴും മാനസികാരോഗ്യ രംഗത്തെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് ബംഗളൂരുവിലെ ഹെബ്ബാൾ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. 1:30 മൃതദേഹം ശ്മശാനത്തിലെത്തിക്കും. തുടർന്ന് 2:30 വരെ പൊതുദർശനമുണ്ടാകും. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം കൊമ്പൻസ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്ന് കണ്ണൂരുമായി നടക്കുന്ന ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്കിലാണ് 201 രൂപയുടെ ഇളവ്. 300 രൂപയുടെ ടിക്കറ്റ് 99 രൂപയ്ക്കാണ് തലസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിക്കുക. നല്ല ഗംഭീര ഓഫറാണ്. അപ്പോൾ തലസ്ഥാനത്തെ നമ്മുടെ ഫുട്ബോൾ പ്രേമികളെല്ലാം അത് മാക്സിമം വിനിയോഗിക്കുക. ഇനി രാവിലെയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്.
തിരുവനന്തപുരം പുല്ലുകാടുള്ള അവന്തിക എസ് ജിജിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെയായിരുന്നു ജന്മദിനം. ആശംസകളുമായി അച്ഛൻ ജിജി കൃഷ്ണനും അമ്മ സൗമ്യ രാജുമാണ് ചേരുന്നത്. അപ്പോൾ അവന്തിക മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെയും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മോളെ. യുകെയിലുള്ള അഭീഷ് മനീഷ ദമ്പതികളുടെ മകൾ അതിഥി അഭീഷിന്റെ 1ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് കഴക്കൂട്ടത്ത് നിന്ന് ആദി, ആമി, വല്യച്ഛൻ, വല്യമ്മ, അപ്പാപ്പൻ, അമ്മാമ എന്നിവരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ആശംസകൾ അറിയിക്കുന്നതിന്റെ കൂടെ ന്യൂസ് 18 കുടുംബവും അതിഥി മോൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. മുരുടേശ്വറിലെ സായാഹ്ന കാഴ്ച അതിമനോഹരമാണ്. പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ലോകത്തെ 2ാമത്തെ പൊക്കമുള്ള ശിവവിഗ്രഹം, ക്ഷേത്രത്തിലേക്കുള്ള അമ്പരച്ചുംബിയായ കവാടം. 10,000ങ്ങളാണ് മുരുടേശ്വറിലേക്ക് പ്രവഹിക്കുന്നത് ഓരോ ദിവസവും. നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ മുരുടേശ്വറിൽ പോകാതെ എങ്ങനെ മടങ്ങും? അവിടെ നിന്ന് 65 കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ മനോഹരമായ കർണാടകയിലെ ഏറ്റവും പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രം മുരുടേശ്വര ക്ഷേത്രം. തീർച്ചയായും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു പോകുന്നൊരു മഹാക്ഷേത്രത്തിന് മുൻപിലാണ്, മഹാതീർത്ഥാടന ക്ഷേത്രത്തിന് മുൻപിലാണ് ഞങ്ങളുള്ളത്. 3 വശവും അറബിക്കടലാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ലോകത്തിലെ 2ാമത്തെ ശിവലിംഗ ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ചകൾ എന്നുള്ളത് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് വ്യക്തമാക്കുക. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ ശിവപ്രതിമയാണ്. തൊട്ട് പുറകിൽ കാണുന്ന 123 അടി പൊക്കമുള്ള ലോകത്തിലെ 2ാമത്തെ ശിവപ്രതിമയാണ് ഇത് എന്നുള്ളതാണ്. ഈ ശിവപ്രതിമ കാണാനായി ഇവിടേക്ക് ഭക്തലക്ഷങ്ങളുടെ വലിയ ഒരു പ്രവാഹമാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ തിളങ്ങുന്ന പ്രതിമ. ഇപ്പോൾ അറ്റകുറ്റപ്പണികളാണ്, പെയിന്റിംഗ് ജോലികളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമാകുകയുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടു മടങ്ങിയ ഭക്തരുടെയൊക്കെ മനസ്സിൽ ഈ ശിവപ്രതിമയുടെ വളരെ മനോഹരമായ രൂപമുണ്ട്. തീർച്ചയായും ഈ ക്ഷേത്രം ആദ്യമായിട്ട് കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് നോക്കും, ചിമ്മാതെ നോക്കി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, ഈ വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു ഈ മുരുടേശ്വർ എന്നാണ് പറയുന്നത്. ആർ.എൻ. ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് ഈ മുരുടേശ്വർ ക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂകാംബികയിൽ വന്നു പോകുന്ന ഭക്തരൊക്കെ നേരെ ഇവിടെ വന്ന് മുരുടേശ്വരനെയും കണ്ടതിന് ശേഷമാണ് തിരിച്ച് പോകുന്നത്. നമുക്കറിയാം കർണാടക പല വിധത്തിലുള്ള ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു സംസ്ഥാനം കൂടിയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ വരുമാനങ്ങൾ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ വരുമാനം കർണാടക സർക്കാരിന് കർണാടകയിലെ പല പ്രദേശങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പല പ്രദേശങ്ങളിലെയും അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മുരുടേശ്വരം എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രാജഗോപുരം കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഈ പടുകൂറ്റൻ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഇവിടെ കാണുന്ന ആളുകളെ എല്ലാവരെയും. ഈ ശിവക്ഷേത്രത്തിനും ശിവപ്രതിമയ്ക്കും രാജഗോപുരത്തിനും മാത്രമല്ല, ഇതിനിടയിൽ ഒരുപാട് കാഴ്ചകൾ ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ ചേർത്ത് വെക്കണം ഭവ്യ. കാരണം ചുറ്റോടി ചുറ്റുമുള്ള ചെറിയ ക്ഷേത്രങ്ങൾ, ഉപക്ഷേത്രങ്ങൾ, ഒപ്പം അതിമനോഹരമായുള്ള ഇതിന്റെയൊക്കെ ഒരു നിർമ്മാണം, ആ നിർമ്മാണത്തിന്റെ വാസ്തുവിദ്യയൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നത്. എല്ലാം ഈ ക്ഷേത്രം മുഴുവൻ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം എന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖ്യപ്രതിഷ്ഠ നമ്മൾ പറഞ്ഞു മുരുടേശ്വരനാണ്. അത് മാത്രമല്ല, ഈ മുഖ്യപ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റും നിറയെ ഉപദേവങ്ങളുമുണ്ട്. ശ്രീകോവിലിന് മുൻപിലായി ഒരു നന്ദി മണ്ഡപമടക്കം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും കാണാം അറബിക്കടലാണ്. ഈ കടലിൽ കാണാനെത്തുന്ന ആളുകൾ അല്ലേ, അതിമനോഹരമായ കടലിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കാണാം എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇവിടുത്തെ കോട്ട. വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച ഒരു കോട്ട. ടിപ്പു സുൽത്താനും പിന്നീട് വന്ന മൈസൂർ രാജാക്കന്മാരും ഒക്കെ കോട്ടയുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുരുടേശ്വർ ബീച്ച്. മുരുടേശ്വർ ബീച്ചും ഇവിടെ സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കുള്ള യാത്രയൊക്കെ ഒരുപാട് ആസ്വദിക്കാവുന്ന
ഒരു കാഴ്ച തന്നെയാണ്. വലിയൊരു വൃത്തിയും വെടിപ്പും ഒക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്രമേൽ വൃത്തിയുള്ളൊരു സ്ഥലം കൂടിയാണ്. കറക്റ്റ് ഒരു 60 കിലോമീറ്റർ ദൂരം മാറിയാണ് മുരുടേശ്വരം. അപ്പോൾ മൂകാംബികയിൽ വരുന്നവരൊക്കെ മുരുടേശ്വരം കൂടി കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ. ഈ മാംഗ്ലൂർ, മുംബൈ, കൊങ്കൺ റെയിൽവേ റൂട്ടിലൊക്കെ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നവരാത്രിക്ക് മൂകാംബിക ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്നവർക്കൊക്കെ ഒരു പുത്തൻ ഒരു അനുഭവം കൂടി ആയിരിക്കും മുരുടേശ്വരം എന്ന കാര്യത്തിൽ സംശയമില്ല. കർണാടകയിൽ തലയുയർത്തി നിൽക്കുന്ന മുരുടേശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്, വിശേഷങ്ങളാണ് കേട്ടത്. അല്ലേ രഞ്ജിത്ത്? അതെ, കർണാടകയിൽ നമ്മൾ മൂകാംബികയിൽ കൊല്ലൂരിൽ നവരാത്രി ആഘോഷത്തിനായി എത്തുമ്പോൾ, നവരാത്രി അനുഗ്രഹം തേടി എത്തുമ്പോൾ മറക്കരുത്, മുരുടേശ്വര ക്ഷേത്രത്തിൽ വരണം, ഇവിടുത്തെ കാഴ്ചകൾ കാണണം, ഭഗവാന്റെ അനുഗ്രഹം തേടണം. ഭവ്യ പാർവതിക്കും വിനോദ് കുമാറിനുമൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. യെസ്, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ കർണാടകയിലെ മുരുടേശ്വർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഭവ്യയും രഞ്ജിത്തുമാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. പ്രദീപ് സി നെടുമൺ ചേരും.